നിങ്ങളും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് എന്തുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കുള്ള എക്സ്പെർട്ടൈസ് ഏത് മേഖലയിലാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ളത് ഏത് ഫീൽഡിലാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പാഷൻ ഉള്ളത് ഏത് ഏരിയയിലാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തത്തിലേക്കുള്ളൊരു യാത്ര കൂടിയാണ്. ഇത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റിവെച്ച് സ്വസ്ഥമായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം എഴുതി വെക്കണം. ഇത് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം കണക്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് ഒരു ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്തത് തന്നെ പറയാം. എൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ്, അതേപോലെ റേറ്റിംഗ്, ഇതൊക്കെയാണ് എൻ്റെ സ്കില്ല്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 വർഷത്തോളം ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല ബിസിനസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ പല മേഖലകളിലും ഇടപെടാനും മനസ്സിലാക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. എൻ്റെ നോളജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതും എല്ലാം കൊമേഴ്സ്, ബിസിനസ്, ഈ ഫീൽഡായിരുന്നു. എൻ്റെ പാഷൻ എന്ന് പറയുന്നതും ബിസിനസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിനെയും എൻ്റെ നോളജിനെയും എടുത്ത് എൻ്റെ സ്കില്ലുമായി കണക്ട് ചെയ്തു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിങ്ങിലുള്ള അറിവ്, അതേപോലെ ബിസിനസ്സിനുള്ള അറിവ്, ഇത് രണ്ടും കൂടെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള സ്കില്ലുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ജനറേറ്റ് ആയി. എന്താണ് ഐഡിയ? ആളുകൾക്ക് ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാം, ബിസിനസ് കൺസൾട്ടിങ് കൊടുക്കാം. അതേപോലെ എനിക്ക് അക്കൗണ്ട്സ് അറിയാം, അപ്പോൾ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ ഞാനൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതേപോലെയാണ് നിങ്ങളും എഴുതി വെച്ച സ്കില്ല്, എക്സ്പീരിയൻസ്, നോളജ്, പാഷൻ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഐഡിയ ജനറേറ്റ് ചെയ്യേണ്ടത്. ബിസിനസ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പരാതി പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.